അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഈ വചനമാണ് നാം ശ്രമിച്ചത്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് അരുളി ചെയ്യുന്ന മൂന്നാമത്തെ തിരുമൊഴിയാണ്. കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിനെ കണ്ടിട്ട് ഈശോ പറയുകയാണ് യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ എന്നും, യോഹന്നാനോട് മാതാവിനോട് ഇതാ നിന്റെ മകനെന്നും, യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്നും. കഴിഞ്ഞ ആഴ്ച നാം കേട്ടു, കുരിശില് രണ്ട് കള്ളന്മാര് യേശുവിന്റെ ഇടത്തും വലത്തും കിടന്നു. ഒരു കള്ളന് പറുദീസയില് യേശുവിനോടുകൂടെ ആയിത്തീരുവാനുള്ള ഭാഗ്യം ഉണ്ടായി. ഇതാ യേശുവിന്റെ കുരിശിന്റെ ഇടത്തും വലത്തും തുല്യ അകലത്തിൽ കിടന്ന രണ്ട് കള്ളന്മാരില് ഒരുവന് പറുദീസയില് എത്തുവാനായിട്ട് സാധിച്ചു. എന്നാൽ അവരന് സാധിച്ചില്ല. കുരിശിന്റെ ചുവട്ടില് ഏതാനും പടയാളികള് ഇരുന്നു കൊണ്ട് യേശുവിന്റെ വസ്ത്രത്തിനു വേണ്ടി നറുക്കിടുന്ന കാഴ്ചയിൽ നാം കണ്ടു. നാം ചിന്തിച്ചത്, യേശുവിന്റെ കുരിശിന് വളരെ അടുത്ത് നിന്ന ചില വ്യക്തികളെയൊക്കെയാണ് നാം കണ്ടത്. യേശുവിന്റെ കുരിശിനോട് വളരെ അടുത്ത് ഇരുന്നിട്ടും യേശുവിൽ നിന്ന് അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും എത്രയോ അകലെയായിരുന്നു. നാം ചിന്തിക്കേണ്ട വിഷയമാണ്. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലാണ് എന്ന് അഭിമാനിക്കുന്ന നിമിഷങ്ങളിലും യേശുവിൽ നിന്ന് നാം എത്രത്തോളം അകലെയാണ് നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട് എന്ന് കൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും ഈ നോയമ്പ് കാലത്ത് ഒരു കള്ളന് പറുദീസയില് യേശുവിനോടുകൂടെ ആയിരിക്കുവാനായിട്ട് തൽക്ഷണം സാധിച്ചു. ആ കള്ളനുണ്ടായ ആനന്ദത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ആ കള്ളനുണ്ടായ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. നമ്മുടെ ജീവിതത്തില് ഇതേ പ്രകാരത്തില് യേശുവിനോട് അടുക്കുന്നതിൻ്റെ, യേശുവിനോടുകൂടെ ആയിരിക്കുന്നതിൻ്റെ മനോഹാരിതയും സന്തോഷവും സമാധാനവുമൊക്കെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നും ഇടയ്ക്കിടയ്ക്ക് പ്രത്യേകിച്ചും ഈ നോയമ്പ് കാലത്ത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യേശു കുരിശില് ഇപ്രകാരം പാടുപീഡകൾ സഹിച്ച് മരിച്ചിട്ട് യേശു നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിച്ചിട്ട് യേശുവിന്റെ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. യേശുവിനെ കുറിച്ച് നമുക്കറിയാം, പക്ഷേ യേശുവിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? യേശുവിനെ അനുഭവിക്കുക, യേശുവിന്റെ സ്നേഹം അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അത് മനസ്സിലാകുവാനായിട്ട് ഇങ്ങനെയാണ് നാം ചിന്തിക്കേണ്ടത്. യേശുവിന്റെ വചനങ്ങള് നമ്മുടെ ജീവിതത്തിൽ നാം എത്രമാത്രം അനുസരിക്കുന്നവരാണ്, എത്രമാത്രം എനിക്ക് യേശുവിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവത്തിന്റെ സ്നേഹം നാം അനുഭവിക്കുന്ന വ്യക്തികളാണോ അല്ലയോ എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണം, വിശുദ്ധന്മാര് ദൈവത്തിന്റെ സ്നേഹം അതിന്റെ ആഴത്തില് അനുഭവിച്ചവരാണ്. അതേ സ്നേഹം അനുഭവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്നാൽ ഈ സ്നേഹം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ചിന്തിക്കുക. സ്നേഹം അനുഭവിക്കുവാനായിട്ടാണ് യേശു ഇതെല്ലാം സഹിച്ചത്. എനിക്കും ഈ സ്നേഹം അറിയണം, അനുഭവിക്കണം, ആഴത്തില് ആഗ്രഹിക്കുക. ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ കുരിശിന്റെ ചുവട്ടില് താൻ സ്നേഹിച്ച തന്റെ അമ്മയും താൻ സ്നേഹിച്ച തന്റെ ശിഷ്യനും കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ യേശു അവരിലേക്ക് നോക്കുകയാണ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കുക. നാം ഒക്കെയും നമ്മുടെയൊക്കെയും ഭവനങ്ങളില്, കുടുംബങ്ങളില്
നാമുമായിട്ട് ബന്ധപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ടവര് ഒക്കെ മരിച്ചുപോയ ചിത്രങ്ങള് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാമുമായിട്ട് ബന്ധപ്പെട്ടവര്, ഒരുപക്ഷെ നമുക്ക് ഈ അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും നാം അനേകരുടെ അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓർത്തു നോക്കുക, 10-30 വയസ്സ് പ്രായമായ അല്ലെങ്കിൽ 33 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് മരിക്കുമ്പോൾ ആ യുവാവിന്റെ മുന്നില് തന്റെ അമ്മ ഉണ്ടെങ്കിൽ അമ്മ എപ്രകാരം എന്തെല്ലാം പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടായിരിക്കും കരയുക, പ്രലപിക്കുക. നമുക്ക് അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ അനുഭവങ്ങൾ ഒന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹിതന്, നമ്മെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതന് ഈ പ്രായത്തില് നമ്മെ വിട്ടുപോകുമ്പോൾ നാം എപ്രകാരമായിരിക്കും നമ്മുടെ ഹൃദയം തേങ്ങുന്നത് ഒന്ന് ചിന്തിക്കുക. ഇവിടെ ഇതാ ഈശോ കുരിശില് 3 ആണികളിൽ മേല് തൂങ്ങിക്കിടക്കുകയാണ്. തന്റെ ശിരസില് ഒരു മുൾമുടിയും തറച്ചു വെച്ചിട്ടുണ്ട്. ശിരസിൽ വെച്ച മുൾമുടി തറച്ചു കയറ്റിയതാണ്. ശിരസിലൂടെയെല്ലാം രക്തം ഒഴുകുന്നുണ്ട്. ഈ ഒഴുകിയ രക്തം ഒരുപക്ഷെ തന്റെ കണ്ണിലൂടെയും ഒഴുകിയിട്ടുണ്ട്. കണ്ണില് ഈ രക്തം കട്ട പിടിച്ച് കിടക്കുകയായിരിക്കാം. തന്റെ കൈക്ക് സ്വാധീനമില്ലാത്തത് കൊണ്ട് കൈയെടുത്ത് കണ്ണിലൂടെ ഒഴുകിയ രക്തം ഒന്ന് തുടച്ചു കളയുവാൻ പോലും സാധിക്കാതെ കണ്ണിലും രക്തം കട്ട പിടിച്ച് കിടക്കുകയായിരിക്കാം. തന്റെ കണ്ണെല്ലാം നീരുവെച്ച് വീങ്ങിയിരിക്കുകയായിരിക്കാം. കണ്ണ് അടഞ്ഞിരിക്കുകയായിരിക്കാം. ഒരുപക്ഷെ വേദനയിൽ കുളിച്ചു കിടക്കുന്ന ഈശോ ഈ വേദനയുടെ, കഠോരമായ വേദനയുടെ മധ്യത്തിലും തന്റെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മയെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഒരു നിമിഷം ഈ അമ്മയെ നമുക്കൊന്ന് ഓർത്തു നോക്കാം. മാതാവ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ മാതാവിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകള് എന്തൊക്കെയായിരിക്കാം? ഒരുപക്ഷെ മാതാവിന്റെ അടുത്ത് കന്യകയായിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഗബ്രിയേൽ മാലാഖ വന്ന് അരുളി ചെയ്ത വാക്കുകള് മാതാവിന്റെ ചിന്താമുകുരത്തിലൂടെ കടന്നു പോകുകയായിരിക്കാം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ദൂതൻ വന്ന് തന്നെ സംബോധന ചെയ്ത ആ നിമിഷം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവന് അത്യുന്നതനായിരിക്കും, അവന്റെ സിംഹാസനത്തിന് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല, അവന്റെ രാജ്യത്വം എന്നേക്കും നിലനിൽക്കും എന്ന് ഗബ്രിയേൽ ദൈവദൂതന് കന്യകയായ ഈ മറിയത്തോട് പറഞ്ഞ ആ വാക്കുകള് ഇപ്പോൾ മാതാവിന്റെ ചിന്തയിലൂടെ കടന്നു പോവുകയാണ്. അവന്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല എന്ന് പറഞ്ഞ വാക്കുകള്, ദാവീദിന്റെ സിംഹാസനം, ആ സിംഹാസനത്തില് അവൻ എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞ ആ വാക്കുകള് ഒരു വശത്ത് കടന്നു പോകുമ്പോൾ മറുവശത്ത് ഇതാ കുരിശില് 3 ആണികളിൽ മേൽ പിടഞ്ഞു മരിക്കുന്ന യേശു. അവന്റെ ശിരസില് രാജകീയമായിട്ടുള്ള കിരീടത്തിനു പകരം ഇതാ മുള്ളുകൊണ്ടുള്ള ഒരു കിരീടമാണ് ഇപ്പോൾ യേശുവിന്റെ ശിരസിൽ ഇരിക്കുന്നത്. അന്ന് പറഞ്ഞ ആ വാക്കുകള് ഇവിടെ അന്വർത്ഥമായില്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന, ഹൃദയം തകരുന്ന മാതാവ്. വീണ്ടും നാം ചിന്തിക്കുകയാണെങ്കിൽ വീണ്ടും കാണുവാനായിട്ട് സാധിക്കും. യേശു ബേത്ലഹേമില് പുൽക്കൂട്ടില് ജനിച്ച ആ നിമിഷം മാലാഖമാര് പറഞ്ഞിട്ട് അയൽവക്കത്തുള്ള അടുത്തുള്ള വയലിൽ നിന്ന് ഇതാ ആട്ടിടയന്മാര് വന്ന് ഈ യേശുവിനെ കണ്ട് ആരാധിക്കുന്നു, പാട്ടുപാടുകയാണ്. മാലാഖമാര് വന്ന് അത്യുന്നതങ്ങളില് ദൈവത്തിന് സ്തുതി, ഭൂമിയില് മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് തന്റെ ഉദരത്തിൽ കിടന്ന ശിശു ഈ ഭൂമിയില് ആഗതനായ നിമിഷം മാലാഖമാര് വന്ന് ദൈവത്തിന് പാട്ടുപാടുന്ന ആ മനോഹരമായിട്ടുള്ള സമയം, ആട്ടിടയന്മാര് വന്ന് പാട്ടുപാടുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആ മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങള്, ആ നിമിഷങ്ങള് മാതാവിന്റെ ചിന്തയിലൂടെ കടന്നു പോവുകയാണ്. അന്ന് ഏറെ ആനന്ദിച്ചതാണ് ഇതെല്ലാം കണ്ടിട്ട്. ഇപ്പോൾ ഇതാ ആ യേശുവല്ലേ കുരിശില് തൂങ്ങിക്കിടക്കുന്നത്. വീണ്ടും മാതാവ് ചിന്തിക്കുകയാണ്, ശിശുവായിരുന്നപ്പോൾ സ്വപ്നത്തില് ദർശനമുണ്ടായിട്ട്
ഈ ശിശുവിനെ വധിക്കുവാനായിട്ട് ഹെരോദോസ് രാജാവ് പ്ലാനിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ ശിശുവിനെയും കൊണ്ട് കഴുതപ്പുറത്ത് രാത്രി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന ആ യാത്ര, ദുർഘടം പിടിച്ച യാത്ര, അന്ന് ഈ ശിശുവിനെ രക്ഷിച്ചത് ഇതിനു വേണ്ടിയാണോ? ഇപ്പോൾ ഹൃദയത്തില് വേദനയാണ്, ചങ്കുരുകയാണ്. അന്ന് രക്ഷിച്ച യേശുവിനെ ഇന്ന് രക്ഷിക്കുവാനായിട്ട് ആരുമില്ലേ? വീണ്ടും ചിന്തിക്കുകയാണ്, വീണ്ടും പറയുകയാണ്, മകനെ, നീ ജനിച്ചപ്പോൾ 3 രാജാക്കന്മാർ വന്നതല്ലേ നിന്നെ കാണുവാനായിട്ട്? നീ യഹൂദന്മാരുടെ രാജാവെന്നാണ് അന്നവർ പറഞ്ഞത്. നിനക്ക് കാഴ്ചയായിട്ട് പൊന്നെ, കുന്തിരിക്കം, മീറയെല്ലാം കാഴ്ചവെച്ചതാണ്. അവര് വന്ന് നിന്നെ ആരാധിച്ചിട്ട് പോയതാണ്. അന്ന് ഞാൻ സന്തോഷിച്ചതാണ്. എന്നാൽ ഇന്ന് യഹൂദരുടെ രാജാവ് എന്ന് പറഞ്ഞ് ജ്ഞാനികള്, രാജാക്കന്മാര് നിന്നെ സന്ദർശിച്ചിട്ട് പോയപ്പോൾ എന്റെ ഹൃദയം ആനന്ദിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ നോക്കുമ്പോൾ നിന്റെ കുരിശിന്റെ മുകളില് യഹൂദന്മാരുടെ രാജാവേ എന്ന് നിന്നെ കളിയാക്കുവാനായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. നീ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. നിന്റെ ജീവൻ നിന്നെ വിട്ടുപോവുകയാണ്. അന്ന് പറഞ്ഞ പ്രവചനങ്ങളൊന്നും, അന്ന് അവർ പറഞ്ഞതൊന്നും നിന്റെ ജീവിതത്തിൽ അന്വർത്ഥമായില്ലല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം തകർന്നിരിക്കുകയാണ്. വീണ്ടും മാതാവ് ചിന്തിക്കുകയാണ്, ഈ ശിശുവിനെ ദേവാലയത്തിൽ കാഴ്ചവെക്കുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ ശിമയോന് ഈ ശിശുവിനെ കൈകളിലെടുത്തുകൊണ്ട് അന്ന് പറഞ്ഞതാണ്, അന്ന് സന്തോഷിച്ചതാണ്, ഇതാ മാനവകുലത്തിന്റെ രക്ഷ ഞാൻ കണ്ടിരിക്കുന്നു. ഇനി ഈ ദാസനെ പറഞ്ഞയച്ചാലും വിട്ടയച്ചാലും എന്ന് പറഞ്ഞ് ഏറെ സന്തോഷിച്ച ശിമയോനെ നോക്കി ഞാനും സന്തോഷിച്ചതാണ്. അന്ന് നിന്നെ നോക്കി ശിമയോനും അന്നായും സന്തോഷിച്ചപ്പോൾ എന്റെ ഹൃദയവും സന്തോഷിച്ചതാണ്. ഇതാ ലോകത്തിന്റെ അനേകരുടെ വീഴ്ചയ്ക്കും അനേകരുടെ ഉയർച്ചയ്ക്കും കാരണമായി തീരുന്ന ഈ ശിശുവിനെ കുറിച്ച് അന്നവർ പറഞ്ഞപ്പോൾ എന്റെ ഹൃദയം ഏറെ സന്തോഷിച്ചതാണ്. എന്നാൽ അതിന്റെ അവസാനം ശിമയോൻ ഒന്നുകൂടെ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന്. അതെ, അന്ന് ശിമയോന് ഇത് കണ്ടിട്ടാണോ അന്ന് അങ്ങനെ പ്രവചിച്ചത്? എന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുമെന്ന് അന്ന് ശിമയോൻ പറഞ്ഞത് ഇന്ന് അന്വർത്ഥമായിരിക്കുകയാണ്. ഇത് അന്ന് ശിമയോൻ കണ്ടതാണോ? മാതാവ് ചിന്തിക്കുകയാണ്. മാതാവിന്റെ ഹൃദയത്തില് ഇതേ പ്രകാരത്തില് അനേക ചിന്തകള് കടന്നു പോകുകയാണ്. വേദശാസ്ത്രികളുമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെ മാതാവ് കണ്ടതാണ്. അന്ന് വേദശാസ്ത്രികളോട് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ വേദശാസ്ത്രികൾ പോലും അമ്പരപ്പിക്കുമാറ് അത്രമാത്രം ജ്ഞാനമുണ്ടായിരുന്ന യേശു ഇന്ന് നിന്റെ ജ്ഞാനമൊക്കെ ഇവിടെ, നീ കുരിശില് നിന്റെ ജീവൻ വിട്ടുപോകാറായല്ലോ, നിന്റെ ജീവൻ തീരാറായല്ലോ. അന്ന് കേട്ടത്, പറഞ്ഞത്, പ്രവചനങ്ങളെല്ലാം തന്നെ നിന്റെ ജീവിതത്തില് അന്വർത്ഥമാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞ വേദനയില് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ അമ്മയെ യേശു കാണുകയാണ്. കാരണം വേദപുസ്തകം പറയുന്നു, ദൈവം മനുഷ്യന്റെ ബാഹ്യരൂപത്തിലല്ല ശ്രദ്ധിക്കുന്നത്, ദൈവം മനുഷ്യന്റെ ഹൃദയത്തെയാണ് കാണുന്നത്, ഹൃദയത്തെയാണ് പരിശോധിക്കുന്നത്. ഇതേ പ്രകാരം മാതാവിന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന അനേകം ചിന്തകൾ കണ്ടിട്ട്, മാതാവിന്റെ ഹൃദയം ഉരുകുന്നത് കണ്ടിട്ട്, മാതാവിന്റെ ചങ്ക് പകരുന്നത് കണ്ടപ്പോൾ വേദനയില് പിടഞ്ഞു കിടക്കുന്ന ഇതാ ഈ ലോകരക്ഷകന് യേശു കർത്താവ്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, സർവശക്തനായ ദൈവം ആ അമ്മയുടെ വിലാപത്തിന്റെ മുമ്പില്, ആ അമ്മയുടെ നൊമ്പരത്തിന്റെ മുമ്പില്, ആ അമ്മയുടെ കരച്ചിലിന്റെ മുമ്പില് ആ അമ്മയെ സ്വാന്തനപ്പെടുത്തുവാനായിട്ട് തന്റെ വേദനയെല്ലാം മറന്നിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന്. വിലപിച്ചുകൊണ്ടിരിക്കുന്ന ആ അമ്മയെ ആശ്വസിപ്പിക്കുന്ന യേശു, കരയുന്ന ആ അമ്മയെ ആശ്വസിപ്പിക്കുന്ന യേശു തന്റെ കുരിശിന്റെ ചുവട്ടില് അതേ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ അമ്മയെ കണ്ടിട്ട് അമ്മയെ ആശ്വസിപ്പിക്കുവാനായിട്ട് കുരിശില് വേദനയില് ഉതിർന്നു കിടക്കുമ്പോഴും അതികഠോരമായിട്ടുള്ള വേദനയുടെ മധ്യത്തിലും ആ അമ്മയെ സഹായിക്കുവാനായിട്ട്, ആ അമ്മയെ ആശ്വസിപ്പിക്കുവാനായിട്ട് താന് തന്റെ വേദനയെ മറന്നിട്ട് ആ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എങ്കിൽ ഇന്ന് ഈ രാത്രിയില് ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരെയും നോക്കി ആരൊക്കെ വേദനിക്കുന്നുവോ അത് തന്റെ കുഞ്ഞുങ്ങളെ നോക്കിയാകട്ടെ, തന്റെ ജീവിത പങ്കാളികളെ നോക്കിയാകട്ടെ, തന്റെ സഹോദരങ്ങളെ നോക്കിയാകട്ടെ, ആരെയും നോക്കിയാകട്ടെ, ആരെങ്കിലും ഈ രാത്രി വേദനയോടെ ഇവിടെ ഇരിക്കുന്നു എങ്കിലോ, ആരെങ്കിലും ഹൃദയത്തിന്റെ ആഴത്തില് ആരെയെങ്കിലും ഓർത്ത് ദുഃഖിക്കുന്നു എങ്കിലോ, ദുഃഖിക്കുന്നവരെ സമാശ്വസിപ്പിക്കുന്നവനായ നല്ലവനായ കർത്താവ് അന്ന് കുരിശിൽ വേദനയിൽ കിടന്നുകൊണ്ട് തന്റെ അമ്മയെ ആശ്വസിപ്പിച്ചു എങ്കിലോ, ഇന്ന് സ്വർഗത്തില് പിതാവിന്റെ
വലതുഭാഗത്തിരിക്കുന്ന യേശു ഈ രാത്രി നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട്, നമ്മെ ആശ്വസിപ്പിക്കുവാനായിട്ട്, നമ്മെ സഹായിക്കുവാനായിട്ട്, നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് വേണ്ടി ഇതാ ഈ രാത്രി അവൻ നോക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വേദനയും ഹൃദയത്തിന്റെ നൊമ്പരവും ഇതാ ഈ രാത്രി തിരുസന്നിധിയിലേക്ക് ഉയർത്തിയാൽ ആശ്വസിപ്പിക്കുന്നവനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ വീണ്ടും തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് നായിം പട്ടണത്തിലേക്ക് വരുമ്പോൾ ഇതാ ഒരു ശവമടക്ക്, ഒരു ശവമഞ്ചവുമായിട്ട് അനേകര് വരികയാണ്. നായിം പട്ടണത്തില് യേശു പ്രവേശിച്ചപ്പോൾ യേശു തന്റെ ദിവ്യമായ ശക്തിയിൽ മനസ്സിലാക്കുകയാണ്, ഈ ശവമഞ്ചത്തില് ആയിരിക്കുന്നത് ഒരു യുവാവാണ്. ഈ യുവാവിന് അത് ഒരു വിധവയുടെ മകനാണ്, മാത്രമല്ല വിധവയുടെ ഏക മകനുമാണ് എന്ന് യേശു തന്റെ ദിവ്യ ശക്തിയിൽ അറിഞ്ഞിട്ട് ഈ ശവമഞ്ചവുമായിട്ട് ജനം മുന്നോട്ട് വരുമ്പോൾ യേശു അവിടെ വന്ന് ഈ ശവമഞ്ചത്തില് തൊടുകയാണ്. ഈ ശവമഞ്ചത്തിൽ തൊട്ടപ്പോൾ അവരെല്ലാം അവിടെ നിന്നു, ജനമെല്ലാം അവിടെ നിന്നു. ഈശോ ഈ യുവാവിനോട് പറയുകയാണ്, യുവാവേ നീ എഴുന്നേൽക്കുക എന്ന്. വിധവയായ ആ സ്ത്രീയുടെ ഏക മകന് മരിച്ചപ്പോൾ ആ വിധവയുടെ കണ്ണുനീര് തന്റെ ദിവ്യശക്തിയാൽ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആ വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് അതേ മരണത്തിന്റെ വിലാപത്തിൽ നിന്ന് വലിയ ഉയർപ്പിന്റെ ആർപ്പും ആരവവുമായിട്ട് ആ വിലാപയാത്രയെ മാറ്റിയ യേശു ഇന്നും ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് ആരെങ്കിലും ഈ രാത്രി കരയുന്നു എങ്കിൽ കരയുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നവനായ നല്ലവനായ ഇന്നും ജീവിക്കുന്നവനായ കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട് എന്നുള്ള ബോധ്യത്തില് ആരെങ്കിലും കരയുന്നു എങ്കിൽ കരയുന്നവരുടെ കണ്ണുനീരെ ഒപ്പുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. ഇന്നലെയും ഇന്നും നാളെയും ഒരുവൻ തന്നെയായ ഈ യേശു കരയുന്നവരുടെ കണ്ണുനീര് ഒപ്പുവാനായിട്ട് നോക്കുകയാണ്. ആരെങ്കിലും കരയുന്നു എങ്കിൽ ആ കരച്ചിലിനെ മറികടന്നു പോകാത്ത ഈ നല്ലവനായ കർത്താവ് ഈ രാത്രി നമ്മെയും സമാശ്വസിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതെ, മാതാവിനെ ആശ്വസിപ്പിക്കുന്ന ഈശോ. ഇവിടെ പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്. പലരും പറയുന്നുണ്ട് സ്ത്രീയെ എന്ന് വിളിച്ചു, അതുകൊണ്ട് ഈശോ മാതാവിനെ ബഹുമാനിച്ചില്ല. യഥാർത്ഥത്തില് വേദപുസ്തക പണ്ഡിതന്മാർ പറയുന്നത് സ്ത്രീയെ എന്ന സംബോധന ചെയ്തത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തില് 15-ാമത്തെ വാക്യത്തില് ആദവും ഹവയും പാപം ചെയ്തപ്പോൾ അവിടെ ദൈവമായ കർത്താവ് ശിക്ഷ പറഞ്ഞതുപോലെ തന്നെ രക്ഷയും വാഗ്ദാനം ചെയ്തിരുന്നു. രക്ഷ വാഗ്ദാനം ചെയ്തപ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തില് സ്ത്രീയും നീയും തമ്മിലും സ്ത്രീയുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കുമെന്ന്. അതെ, ഉൽപ്പത്തിയില് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീയാണ് ഇതാ ഇവിടെ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന ഈ സ്ത്രീ എന്ന് ലോകത്തിന് യേശു വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു സ്ത്രീയെ എന്ന സംബോധനയിലൂടെ. മറിച്ച് സ്ത്രീയെ ഇതാ നിന്റെ മകനെന്ന് പറഞ്ഞ് ആ അമ്മയ്ക്ക് വേണ്ടി തന്റെ ഹൃദയം പിടഞ്ഞപ്പോൾ, അമ്മയുടെ ഹൃദയം വേദനിച്ചപ്പോൾ അമ്മയെ ആശ്വസിപ്പിക്കുവാനായിട്ട് ആ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തു എങ്കിൽ തീർച്ചയായിട്ടും ആ അമ്മയെ സ്നേഹിച്ചത് കൊണ്ടാണ്, ആ അമ്മയെ ബഹുമാനിച്ചത് കൊണ്ടാണ് ആ അമ്മയുടെ ദുഃഖത്തില് അമ്മയ്ക്ക് സമാശ്വാസമായിട്ട് താൻ ഏറ്റവും അധികം സ്നേഹിച്ച തന്റെ പ്രിയ സ്നേഹിതനെ അമ്മയായിട്ട് നൽകിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു ചിന്തയും സംശയവും പലരും പലപ്പോഴും ചോദിക്കുന്നത്, യേശുവിന് മറ്റ് സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ, ഈ സഹോദരന്മാരൊക്കെ ഉള്ള ഒരു പരാമർശം വേദപുസ്തകത്തിൽ ഒരിടത്തുണ്ട്. അവിടെയും ചോദ്യം ഇതാണ്,
ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് യേശുവിന് മറ്റു സഹോദരങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി നാം ചിന്തിക്കേണ്ടത്, യേശുവിന് സഹോദരന്മാരുണ്ടായിരുന്നു എങ്കിൽ യേശു എന്തിനു വേണ്ടിയാണ് കുരിശിന്റെ ചുവട്ടിൽ നിന്ന് അമ്മയെ യോഹന്നാന് ഏൽപ്പിച്ചു കൊടുത്തത്? തന്റെ സഹോദരന്മാര് ഈ അമ്മയെ നോക്കത്തില്ലേ? എന്തിനാണ് ഈശോ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തില് വഴക്കുണ്ടാക്കുവാനായിട്ട് തന്റെ സഹോദരന്മാരിൽ നിന്ന് അമ്മയെ എടുത്ത് മറ്റൊരു ശിഷ്യന് കൊടുക്കുന്നത്? അതെ, വീണ്ടും താനേറെ സ്നേഹിച്ച യോഹന്നാനെ ഈശോ കാണുകയാണ്. യോഹന്നാനും തീർച്ചയായിട്ടും യോഹന്നാന്റെയും മനോമുഖരത്തിലൂടെ അനേകം ചിന്തകൾ കടന്നു പോകുകയാണ്. യോഹന്നാന് ആദ്യമായിട്ട് യേശുവിനെ കാണുന്നത്, കേൾക്കുന്നത് പത്രോസിന്റെ വെള്ളത്തിലിരുന്ന് യേശു പ്രസംഗിക്കുകയാണ്. പത്രോസിന്റെ വെള്ളത്തിലിരുന്ന് യേശു പ്രസംഗിച്ചതിനു ശേഷം പത്രോസിനോട് പറയുകയാണ്, ഈ വെള്ളം അല്പം ആഴത്തിലേക്ക് നീക്കുക എന്ന്. വെള്ളം ആഴത്തിലേക്ക് നീക്കിയിട്ട് പത്രോസിനോട് പറയുകയാണ്, നീ ആഴത്തിലേക്ക് വലയെറിയുക എന്ന്. ആഴത്തിലേക്ക് വലയെറിയാൻ പറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, രാത്രി മുഴുവൻ ഞങ്ങൾ ഒത്തിരി അധ്വാനിച്ചതാണ്, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറയുന്നതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാമെന്ന് പറഞ്ഞ് ആഴത്തിലേക്ക് പത്രോസ് വലയിറക്കിയപ്പോൾ ഇതാ ആ വല നിറച്ച് ഏറെ മത്സ്യങ്ങള് കിട്ടിയിട്ട് ആ വല വലിച്ച് വള്ളത്തില് ഇടുവാൻ പറ്റാത്ത വിധത്തില് അത്രയേറെ മത്സ്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പത്രോസ് തൊട്ടടുത്തുള്ള വള്ളത്തിലിരുന്ന ഈ യോഹന്നാനെയും യാക്കോബിനെയും വിളിക്കുകയാണ്. യാക്കോബും യോഹന്നാനും വന്ന് രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടാഞ്ഞിട്ടും ഇതാ യേശു പറഞ്ഞ വാക്കിന്റെ പുറത്ത് വലയിറക്കിയപ്പോൾ ഇത്ര വലിയ ഒരു മത്സ്യ കൂട്ടത്തെ പിടിച്ചെടുക്കുവാനായിട്ട് സാധിച്ചതില് പത്രോസിന് തന്നെ വലിച്ച് വള്ളത്തിൽ കയറ്റുവാൻ സാധിക്കാത്ത വിധത്തില് ഒരു വലിയ മീൻപിടുത്തം നടത്തിയപ്പോൾ യോഹന്നാനും യാക്കോബും തീർച്ചയായിട്ടും അത്ഭുതപ്പെട്ടു. അന്ന് യോഹന്നാൻ ഒരുപക്ഷെ തീരുമാനിച്ചു കാണും, ഞാൻ ഈ മനുഷ്യനോടുകൂടെ, ഈ യേശുവിനോടുകൂടെ ഞാൻ ഇനി നടക്കുമെന്ന്. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ യേശുവിനോടുകൂടെ യോഹന്നാൻ യാത്ര ആരംഭിച്ചത്. എന്തുമാകട്ടെ, ഒരാരാധനാ പുരുഷനായിട്ട് യേശുവിനെ കണ്ടു കാണാം. യേശുവിനോടുകൂടെ യോഹന്നാൻ നടക്കുകയാണ്. മറ്റു ശിഷ്യന്മാരും പറയുന്നത് യേശു അധികം സ്നേഹിച്ച ശിഷ്യനാണ് യോഹന്നാൻ എന്നാണ്. യേശുവിന്റെ വത്സല ശിഷ്യനായിട്ടാണ് യോഹന്നാനെ കാണുന്നത്. എന്തുമാകട്ടെ, യോഹന്നാൻ യേശുവിനോട് ഏറെ സ്നേഹമുള്ളവനായിട്ടാണ് തന്റെ ജീവിതകാലത്ത് നടന്നത്. അതുകൊണ്ടായിരിക്കാം ചില പ്രത്യേക അവസരങ്ങളില് യേശു യോഹന്നാനെ, യാക്കോബിനെ, പത്രോസിനെ കൂട്ടത്തിൽ കൂട്ടുന്നുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അതെ, ഒന്നാമതായിട്ട് ജായിറൂസിന്റെ മകള് മരിച്ച സമയത്ത് യേശുവിനെ ജായിറൂസ് ആളയച്ച് വിളിപ്പിച്ചപ്പോൾ യേശു അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഈ മരിച്ച പെൺകുട്ടിയെ ഉയർപ്പിക്കുവാനായിട്ട് ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു കൂടെ കൊണ്ടുപോയത് യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും മാത്രമാണ്. യോഹന്നാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ്, അന്ന് മരിച്ച് കിടന്ന ആ ബാലികയെ യേശു കൈക്ക് പിടിച്ച് ഉയർപ്പിച്ചു. മരിച്ച ആ ബാലികയുടെ മേല് ദൈവത്തിന്റെ അത്യത്ഭുതകരമായ ശക്തി ഒഴുകിയിറങ്ങി ബാലികയെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ മരിച്ച ബാലികയെ എഴുന്നേൽപ്പിച്ച ഈ കർത്താവ് അന്ന് വീണ്ടും യോഹന്നാൻ അധികം സന്തോഷിച്ചതാണ്. യേശുവിന്റെ അത്യത്ഭുതകരമായ പ്രവൃത്തി കണ്ട യോഹന്നാന് ഏറെ സന്തോഷിച്ചതാണ്. മരിച്ച ബാലികയെ ഉയർപ്പിച്ച ഈ കർത്താവ് അതേ ശക്തനും വല്ലഭനുമായ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ യോഹന്നാന് ഏറെ താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ യോഹന്നാന് എല്ലാ നിമിഷവും യേശുവിനോട് ചേർന്ന് നടക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല, ചേർന്ന് നടക്കുന്നു എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും പോയിരുന്നാല് യേശുവിന്റെ മാർഗത്തിലേക്ക് ചാരിക്കിടക്കുന്ന വത്സല ശിഷ്യനായ യോഹന്നാന് വീണ്ടും യേശു മറ്റൊരവസരത്തില് താബോർ മലയില് പ്രാർത്ഥിക്കുവാനായിട്ട് പോയപ്പോൾ അവിടെ വെച്ച് യേശു രൂപാന്തരപ്പെടുകയാണ്. ഈ രൂപാന്തരപ്പെടുന്ന യേശുവിനെ യോഹന്നാൻ നന്നായിട്ട് കണ്ടതാണ്. യേശുവിന്റെ മുഖമെല്ലാം വെട്ടിത്തിളങ്ങുന്നത്, യേശുവിന്റെ വസ്ത്രങ്ങളെല്ലാം വെണ്മയുള്ളതായിട്ട് മാറുന്നത്. യോഹന്നാൻ അന്നും യേശുവിന്റെ വെട്ടിത്തിളങ്ങുന്ന മുഖം കണ്ടപ്പോൾ
ആ മുഖത്തെ ആ ചൈതന്യം കണ്ടപ്പോൾ യേശുവിനോടുകൂടെ ഇതാ ഏലിയാവും മോശയും വന്ന് യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം യോഹന്നാൻ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. ആ മനോഹര നിമിഷത്തില് യേശുവിന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങിയപ്പോൾ തേജസ്സുള്ള ആ മുഖത്തേക്ക് യോഹന്നാൻ ഏറെ നോക്കിയിരുന്നതാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവര് പറഞ്ഞത്, നമുക്കിവിടെ ആയിരിക്കുന്നതാണ് നല്ലത്, നമുക്ക് ഇവിടെ കൂടാരങ്ങൾ ഉണ്ടാക്കാം, അവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയുവാൻ തക്ക വിധത്തില് ദൈവത്തിന്റെ അത്യത്ഭുതകരമായ പ്രവൃത്തി കണ്ട ഈ യോഹന്നാന്, ദൈവത്തിന്റെ തേജസ് കണ്ട യോഹന്നാന്, ദൈവത്തോട് കൂടെയായിരിക്കുവാൻ, ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ, ദൈവത്തിന്റെ മാരണത്തില് ലയിച്ചിരിക്കുവാനായിട്ട് കൊതിയുണ്ടായിരുന്ന ഈ യോഹന്നാന് അതെല്ലാം കണ്ടിട്ട് ഇപ്പോൾ കുരിശില് തന്നെ വിട്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞ് 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ അതിശക്തനായ ഈ കർത്താവ് തന്നെ വിട്ടുപിരിഞ്ഞു പോവുകയാണല്ലോ എന്നോർത്ത് തന്റെ ഹൃദയത്തില് അതേ അതികഠോരമായ വേദനയില് ചങ്ക് ഒളിഞ്ഞ് ആ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. യോഹന്നാന്റെ ഈ വേദനയും യേശു കാണുകയാണ്. ഒരു പ്രിയ സുഹൃത്തിന്റെ, ഒരു സ്നേഹിതന്റെ തന്നെ വിട്ടുപോകുന്നതിലുള്ള ദുഃഖത്തിന്റെ ആ വേദനയുടെ പാരമ്യതയില് അതേ കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെ യേശു കാണുകയാണ്. ഈ യോഹന്നാൻ വീണ്ടും ചിന്തിക്കുകയാണ്, ഓ അവസാനമായിട്ട് കഴിഞ്ഞ രാത്രിയില് ഗെത്സമേൻ തോട്ടത്തില് യേശു വലിയ ദുഃഖത്തില് പ്രാർത്ഥിക്കുന്ന നിമിഷത്തില് യേശു യോഹന്നാനെ, പത്രോസിനെയും യാക്കോബിനെയും തന്നോട് ഏറെ ചേർത്ത് പിടിച്ചതാണ്. മറ്റുള്ള ശിഷ്യന്മാരെക്കാള് അല്പം കൂടി അധികമായിട്ട് ഇവരെ സ്നേഹിച്ചതുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തിയതാണ്. ഈശോ ഒരു കല്ലേറ് ദൂരം മുന്നോട്ട് പോയി പ്രാർത്ഥിച്ചു, കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. അതികഠോരമായിട്ടുള്ള വേദനയില് തന്റെ മരണത്തോളം അസ്വസ്ഥമായ ആ മരണവേദനയിൽ പിടഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഈശോ തിരിച്ചു വന്ന് ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവനെന്ന്. ഈശോ ഇത് പറഞ്ഞിട്ട് വീണ്ടും പോയി പ്രാർത്ഥിച്ചു. വീണ്ടും തിരിച്ചു വന്നപ്പോൾ യോഹന്നാൻ ഉറങ്ങുകയാണ്. ഈശോ അവരോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ആ സ്വരമാണ് യോഹന്നാന്റെ ചെവിയിൽ മുഴങ്ങുന്നത്. 1 മണിക്കൂറെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകള് യോഹന്നാന്റെ ചെവിയില് ഇപ്പോൾ മുഴങ്ങുകയാണ്. ഒരുപക്ഷെ ഞാൻ ഉണർന്നിരുന്നുവെങ്കിൽ, ആ 1 മണിക്കൂർ ഞാൻ അവിടെ ഉണർന്നിരുന്നു എങ്കിൽ, യൂദാസ് വന്ന് ഒറ്റിക്കൊടുത്തപ്പോൾ, റോമൻ പടയാളികൾ വന്ന് യേശുവിനെ പിടിച്ചപ്പോൾ ഒരുപക്ഷെ എനിക്ക് യേശുവിനെ സഹായിക്കാൻ പറ്റിയേനെ. ഓ, ഞാൻ എത്ര ചതിയനായി പോയല്ലോ, ഞാൻ എത്ര വഞ്ചകനായി പോയല്ലോ. അവസാന നിമിഷം 1 മണിക്കൂർ എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ട് അതെന്നെ കൊണ്ട് സാധിക്കാതെ പോയല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനെയും, യോഹന്നാന്റെ വേദനയും, യോഹന്നാന്റെ തകർന്ന ഹൃദയത്തെയും, യോഹന്നാന്റെ മനസ്താവുള്ള ഹൃദയത്തെയും കണ്ടപ്പോൾ ഈശോ ഇതാ കുരിശിൽ കിടന്നുകൊണ്ട് പറയുകയാണ് യോഹന്നാനോട്, ഇതാ നിന്റെ അമ്മ എന്ന്. Praise the Lord. Hallelujah. 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 പശ്ചാത്തപിക്കുന്ന ഒരു പാപിയെ നോക്കി ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രതികരിച്ചു എങ്കിൽ, ഈ രാത്രി ഇവിടെ ഇരുന്ന് ആരെങ്കിലും വിലപിക്കുന്നു എങ്കിൽ, എന്റെ കഴിഞ്ഞകാല ജീവിതത്തില് വീഴ്ചകൾ വരുത്തിയല്ലോ എന്ന് പറഞ്ഞ്, കർത്താവേ നിന്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയല്ലോ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടും നിന്നോട് ഞാൻ കൂറു പുലർത്തിയില്ലല്ലോ, നിന്നോട് ഞാൻ വിശ്വസ്തത കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആരെങ്കിലും ഈ രാത്രി വിലപിക്കുന്നു എങ്കിൽ, യോഹന്നാനെ ആശ്വസിപ്പിച്ച അതേ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായ യേശു ഈ രാത്രി ഇവിടെയുള്ളതാകയാൽ, അവൻ നമ്മുടെ ഹൃദയങ്ങളെ നോക്കി കാണുന്നവനാകയാൽ, ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെയും ഹൃദയത്തിന്റെ തേങ്ങലുകളെയും മാത്രം കാണുന്നവനായ കർത്താവ് ഈ രാത്രി ആരെങ്കിലും ഇവിടെ ഇരുന്ന് തേങ്ങുന്നു എങ്കിൽ, എന്റെ ഇന്നലകളില് വീഴ്ച വന്നു പോയല്ലോ എന്ന് ആരെങ്കിലും അനുദപിക്കുന്നു എങ്കിൽ, അവരെ ആശ്വസിപ്പിക്കുന്നവനായ ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയാ. 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 ഈ യോഹന്നാനെ പോലെ പശ്ചാത്താപമുള്ളവരായിട്ട് നമുക്ക് കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടില് നിൽക്കാം. ഒരു നിമിഷം നമുക്ക് നിശബ്ദമായിട്ട് ചിന്തിക്കാം. നിശബ്ദമായിട്ട് എൻ്റെ ജീവിതത്തിൽ യോഹന്നാനെ പോലെ എന്നെ ഈശോ ഏറെ ചേർത്ത് പിടിച്ച നിമിഷങ്ങളുണ്ട്. എന്നെ പ്രത്യേകമായിട്ട് സ്നേഹിച്ച നിമിഷങ്ങളുണ്ട്. എന്നെ പ്രത്യേകമായിട്ട് സ്നേഹിച്ച നിമിഷങ്ങളായിരിക്കാം എനിക്ക് നല്ല ജോലി നൽകിയ നിമിഷങ്ങൾ, എനിക്ക് നല്ല ജീവിത പങ്കാളിയെ നൽകിയ നിമിഷങ്ങൾ,
എനിക്ക് കുഞ്ഞുങ്ങളെ നൽകിയ നിമിഷങ്ങൾ, എനിക്ക് ഒത്തിരി നന്മകൾ നൽകിയ നിമിഷങ്ങൾ, യേശു എന്നെ ചേർത്ത് പിടിച്ച നിമിഷങ്ങളാകാം. ആ സ്നേഹത്തിന്റെ നിമിഷങ്ങളൊക്കെ നമുക്ക് ഓർക്കാം. അനുഗ്രഹിച്ച നിമിഷങ്ങൾ ഓർക്കാം. ദൈവം എന്നെ സഹായിച്ചു, അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ നിമിഷങ്ങൾ ഓർക്കാം. യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വീണ്ടും ഒരു നിമിഷം ചിന്തിക്കാം. യേശു എന്നോട് 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നില്ലേ? ആ ചോദ്യവും ഇപ്പോൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. അതെ, നന്മ ലഭിച്ചപ്പോൾ, അനുഗ്രഹം ലഭിച്ചപ്പോൾ, അന്ന് നന്മയും അനുഗ്രഹവും ലഭിച്ചിട്ട് അതിനുശേഷം മറന്ന ഒരു ജീവിതമായിരിക്കാം എൻ്റെ ജീവിതം. ഈ രാത്രി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടില് അനുതാപത്തോടെ, പശ്ചാത്താപത്തോടുകൂടെ ഈ സ്വരം ശ്രവിക്കാം. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടില് വിലാപത്തോടെ നിൽക്കാം. ഈ രാത്രി ഒരിക്കൽ കൂടെ അനുഗ്രഹത്തിന്റെ രാത്രിയായി മാറട്ടെ. പിന്മാറ്റക്കാർക്ക് തിരിച്ചുവരവിന്റെ രാത്രിയായിട്ട് ഈ രാത്രി മാറട്ടെ. ഇന്നലകളില് വിശ്വസ്തത പുലർത്താതെ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയി എങ്കിൽ ഈ രാത്രി തിരിച്ചുവരവിന്റെ നിമിഷങ്ങളായി മാറട്ടെ. ഈ രാത്രി വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിട്ട് മാറട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ അവസരത്തില് മറ്റൊരു സംഭവം കൂടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കല് ഒരു എസ്കിമോ മീൻപിടുത്തക്കാരന്, ഈ എസ്കിമോ എല്ലാ ആഴ്ചയിലും ആ പ്രദേശത്തെ ചന്തയിലേക്ക് വരും. ഈ എസ്കിമോ വരുമ്പോൾ 2 പട്ടികളെ കൂടെ കൊണ്ടുവരും. ഒന്ന് ഒരു വെളുത്ത പട്ടിയും ഒന്ന് ഒരു കറുത്ത പട്ടിയും. ഈ പട്ടികള് എല്ലാ ആഴ്ചയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിക്കും. ഏതെങ്കിലും ഒരു പട്ടി ജയിക്കും. ഈ ആഴ്ചയിൽ കറുത്ത പട്ടിയാണ് ജയിക്കുന്നത് എങ്കിൽ അടുത്ത ആഴ്ച വെളുത്ത പട്ടിയായിരിക്കും ജയിക്കുന്നത്. പിറ്റേ ആഴ്ച വരുമ്പോൾ ഈ ആഴ്ച കറുത്ത പട്ടി ജയിക്കും, വെളുത്ത പട്ടി തോക്കും. അടുത്ത ആഴ്ച വരുമ്പോൾ വെളുത്ത പട്ടി ജയിക്കും, കറുത്ത പട്ടി തോക്കും. അതിന്റെ അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ തിരിച്ചും സംഭവിക്കും. ഏത് പട്ടി തോറ്റാലും പന്തയമാണ്. ഈ എസ്കിമോ ജയിക്കും, പട്ടികള് മാറി മാറി തോക്കും. ഇങ്ങനെ സ്ഥിരം സംഭവിച്ചപ്പോൾ അവിടെയുള്ള ആളുകള് ഇദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ ആഴ്ച വെളുത്ത പട്ടി ജയിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച കറുത്ത പട്ടി, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എസ്കിമോ വളരെ സന്തോഷഭരിതനായിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് വളരെ എളുപ്പമാണ്. ഈ ആഴ്ച ഞാൻ വെളുത്ത പട്ടിക്ക് ഒത്തിരി ആഹാരം കൊടുക്കും, കറുത്ത പട്ടിയെ പട്ടിണിക്കും. അടുത്ത ആഴ്ച വരുമ്പോൾ ഏത് പട്ടി ആഹാരം കഴിച്ചോ ആ പട്ടി ജയിക്കും. അടുത്ത ആഴ്ച തിരിച്ച് പട്ടിണിക്കിട്ട പട്ടിക്ക് കൂടുതൽ തീറ്റി കൊടുക്കും, മറ്റേ പട്ടിക്ക് തീറ്റി കൊടുക്കത്തില്ല. അങ്ങനെ വളരെ അനായാസകരമായിട്ട് ഈ പട്ടികളെ തോൽപ്പിക്കുകയും ജയിപ്പിക്കുകയും ചെയ്യും. നമ്മുടെ ഈ ആത്മീയ ജീവിതത്തില് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തില് 2 വ്യക്തിത്വങ്ങളുണ്ട് നമുക്ക്. അതായത് ജഡമെന്ന് പറയുന്ന നാമും ആത്മാവ് എന്ന് പറയുന്ന ആന്തരിക മനുഷ്യൻ. ഈ നോയമ്പ് കാലത്ത് നാം ചിന്തിക്കുവാനായിട്ടുള്ള വിഷയം ഇതാണ്: ആരാണ് ഈ നോയമ്പ് കാലത്ത് ജയിക്കേണ്ടത്? എന്റെ ആത്മീയ മനുഷ്യൻ ജയിക്കണമോ, എന്റെ ജഡം ജയിക്കണം? ജഡം ജയിക്കുന്ന നിമിഷങ്ങളാണ് ജഡത്തിന് ഒത്തിരി ആഹാരം കൊടുക്കുന്ന നിമിഷങ്ങൾ. ജഡത്തിന്റെ താല്പര്യങ്ങള് തൃപ്തിപ്പെടുത്തുക, ജഡത്തിന്റെ താല്പര്യങ്ങള് കുറ്റം പറയുന്ന സ്വഭാവമാകാം, ജഡത്തിന്റെ താല്പര്യങ്ങള് സിനിമ കാണുന്ന സ്വഭാവമാകാം, ജഡത്തിന്റെ താല്പര്യങ്ങള് മദ്യപിക്കുന്ന സ്വഭാവമാകാം, ജഡത്തിന്റെ താല്പര്യങ്ങള് മറ്റ് പലതരത്തിലുള്ള ജഡത്തിന്റെ പ്രവണതകൾ ആയിരിക്കും. ഈ ജഡത്തിന്റെ പ്രവണതകളെയൊക്കെ നാം അതിന്റെ ആവശ്യമനുസരിച്ച് പരിപോഷിപ്പിക്കുകയാണെങ്കിൽ, തീറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജഡം ജയിക്കും. ജഡത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നാം ഈ നോയമ്പ് കാലത്ത് യേശുവിനോടുള്ള സ്നേഹത്താല്, യോഹന്നാന് യേശുവിന്റെ കുരിശിന്റെ ചുവട്ടില് മറ്റെല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയപ്പോഴും കുരിശിന്റെ ചുവട്ടില് യേശുവിനോടുള്ള അതീവ സ്നേഹത്താല് ആ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിൽ നിന്നതുപോലെ ഈ നോയമ്പ് കാലത്ത് എന്റെ യേശുവിനോടുള്ള സ്നേഹത്താല് ഞാൻ എന്റെ ഈ ജഡത്തിന്റെ എല്ലാ പ്രവണതകളെയും മാറ്റിവെക്കുവാൻ പോവുകയാണ്. ജഡത്തിന്റെ പ്രവണതകളോട് വിട പറയുകയാണ് എന്ന് പറഞ്ഞ ഈ ഒരാഴ്ചക്കാലം
നമ്മുടെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണോ മാറ്റം വരുത്തേണ്ടത് ആ മേഖലകളിലൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എന്റെ ആത്മീയ മനുഷ്യനെ ഈ ആഴ്ചയിൽ പോഷിപ്പിച്ചാൽ, ആത്മീയ മനുഷ്യനെ പോഷിപ്പിക്കുന്നത് പ്രാർത്ഥന, ഉപവാസം, പരിത്യാഗം. ഈ ആത്മീയ മനുഷ്യനെ പോഷിപ്പിക്കുവാനായിട്ട് കൂടുതലായിട്ട് വേദപുസ്തകം വായിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുക്കുക. ഈ ഒരാഴ്ചക്കാലം ഇന്നുവരെ വായിക്കാത്തതുപോലെ വേദപുസ്തകം വായിക്കുവാനായിട്ട് ഒരു സമയം മാറ്റിവെച്ചാൽ, ആത്മീയ മനുഷ്യനെ പോഷിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും ആത്മീയ മനുഷ്യൻ വളരും. ആത്മീയ മനുഷ്യൻ വളർന്നാൽ തീർച്ചയായിട്ടും ജഡിക മനുഷ്യന് തളരും. ഈ നോയമ്പുകാലം ആത്മീയ മനുഷ്യനെ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.